ഭഗവാൻ രമണ മഹർഷിയുടെ ഭക്തയായിരുന്നു ആന്ധ്ര സ്വദേശിനിയായ ശ്രീമതി സൂര്യനാഗമ്മ. സൂര്യനാഗമ്മ തിരുവണ്ണാമലയിൽ രമണാശ്രമത്തിന് സമീപം വന്ന് താമസിക്കുകയും ഭഗവാന്റെ നിരന്തര സാമീപ്യം അനുഭവിക്കുകയും ചെയ്തിരുന്നു. രമണാശ്രമത്തിൽ മഹർഷിയുടെ കാലത്ത് നടന്നു വന്ന സംഭവവികാസങ്ങൾ അവരുടെ സഹോദരനായ TH ശാസ്ത്രികൾക്ക് കത്തുകളുടെ രൂപത്തിൽ അവർ എഴുതി അറിയിക്കുകയുണ്ടായി. തെലുങ്ക് ഭാഷയിലാണ് അവർ രചന നിർവഹിച്ചത്. പിൽക്കാലത്ത് രമണാശ്രമം തന്നെ ലെറ്റേഴ്സ് ഫ്രം രമണാശ്രമം എന്ന പേരിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ആ കത്തുകൾ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൻ്റെ മലയാള പരിഭാഷയാണ് നാം ഇവിടെ വായിക്കുന്നത്. 272 കത്തുകളാണ് ലെറ്റേഴ്സ് ഫ്രം രമണാശ്രമം എന്ന ഗ്രന്ഥത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ളത്. രമണാശ്രമത്തിൽ നിന്നുള്ള കത്തുകൾ എന്ന ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുന്നത് ശ്രീ രമണ മഹർഷിക്കൊപ്പം ജീവിക്കുവാനുള്ള ഒരു സുവർണ അവസരം നമുക്ക് നേടിത്തരുന്നു. നമുക്ക് ഓരോരോ കത്തുകളായി കാണാം. കത്ത് 1, 21 നവംബർ 1945. അപ്പായിക്കു പിള്ളൈ അടക്കം. അച്ഛനിൽ ശരണാഗതനായ മകൻ. സഹോദര, അങ്ങ് പറഞ്ഞിരുന്നില്ലേ ഭഗവാന്റെ സന്നിധിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും ഭഗവാന്റെ അമൃതവാണികൾ എന്തെല്ലാമാണെന്നും അങ്ങയെ എഴുതി അറിയിക്കണമെന്ന്. സത്യത്തിൽ ഞാനതിന് യോഗ്യയാണോ? എനിക്കറിയില്ല. എങ്കിലും ഇന്നു മുതൽ ഒരു ശ്രമം നടത്തി നോക്കാം. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഈ ഉദ്യമം വിജയിക്കുകയുള്ളൂ. 2 നാൾ മുൻപ് പൗർണമിയായിരുന്നു. എന്നത്തെയും പോലെ ദീപോത്സവം കെങ്കേമമായാണ് കൊണ്ടാടിയത്. ഇന്നു രാവിലെ ഭക്തജനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ശ്രീ അരുണാചലേശ്വര വിഗ്രഹം ഗിരിപ്രദക്ഷിണത്തിനായി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പ്രദക്ഷിണ സംഘം ആശ്രമത്തിൻ്റെ വാതിൽക്കലെത്തിയപ്പോൾ നിരഞ്ജനാനന്ദ സ്വാമികൾ ആശ്രമത്തിലെ മറ്റു അന്തേവാസികളോടൊപ്പം പുറത്തു വന്ന് അരുണാചലേശ്വരന് നാളികേരവും സാമ്പ്രാണിയും നിവേദിച്ചു. ഘോഷയാത്ര അപ്പോൾ അവിടെ അല്പസമയം നിർത്തി. പൂജാരി വിഗ്രഹത്തിന് മുന്നിൽ ആരതി ഒഴിഞ്ഞു. ഈ സമയം ഭഗവാൻ ഗോശാലയിലേക്ക് നടക്കുകയായിരുന്നു. ആശ്രമ കവാടത്തിനരികിലെത്തിയ വിഗ്രഹം കണ്ടപ്പോൾ ഭഗവാൻ ബുക്ക് ഡിപ്പോയ്ക്കരികിലെ ടാപ്പിനടുത്തായി മണ്ണിൽ പടിഞ്ഞിരുന്നു. ഇത് കണ്ട് ആശ്രമത്തിലെ ചില അന്തേവാസികൾ അരുണാചലേശ്വരനെ ഒഴിഞ്ഞ ആരതിയുടെ താലം ഭഗവാന്റെ അരികിൽ കൊണ്ടുവന്നു. ഭഗവാൻ താലത്തിൽ നിന്ന് വിഭൂതിയെടുത്ത് നെറ്റിയിൽ അണഞ്ഞുകൊണ്ട് പറഞ്ഞു, അപ്പായിക്ക് പിള്ളൈ അടക്കം. അച്ഛനിൽ ശരണാഗതനായ മകൻ. ഇതു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം വികാരം കൊണ്ടിടറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തപ്പോൾ സ്ഫുരിച്ച ഭാവം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് ഭക്തിപൂർണതയാ ജ്ഞാനം, ഭക്തിയുടെ പൂർണ്ണതയാണ് ജ്ഞാനം എന്ന ഉപനിഷത്ത് വചനമാണ്. മഹർഷി ഭഗവാൻ ശിവൻ്റെ പുത്രനാണ്, മുരുകൻ്റെ അവതാരമാണ് എന്നെല്ലാം ശ്രീ ഗണപതി മുനി എപ്പോഴും പറയാറുള്ള കാര്യം സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. സർവചരാചരങ്ങളും ഈശ്വരൻ്റെ സന്താനങ്ങളാണെന്ന് ഭഗവാൻ നമ്മെ പഠിപ്പിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. ജ്ഞാനി പോലും ഈശ്വരന് അടക്കമുള്ളവനായിരിക്കണം. മഹാത്മാക്കളുടെ വാക്കുകളിലെ അർത്ഥവ്യാപ്തി നമുക്കളക്കാവുന്നതിലും അപ്പുറത്തായിരിക്കും. അങ്ങെന്നോട് ആശ്രമത്തിൽ ദിനവും നടക്കുന്ന വിശേഷങ്ങൾ എഴുതി അറിയിക്കുവാൻ പറഞ്ഞു. പക്ഷേ ഭഗവാന്റെ വചനത്തിലെ സൗന്ദര്യം ഞാൻ അങ്ങനെ അങ്ങേക്ക് പകർന്നു തരും. ഭഗവാന്റെ നാവിൽ നിന്നും ഉതിർന്നു വീഴുന്ന ഓരോ വാക്കും വേദമാണെന്ന് കുറച്ചുനാൾ മുൻപൊരു കവിതയിൽ ഞാൻ കുറിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ വചനാമൃതത്തെക്കുറിച്ച് മാത്രം പറയണം? ഭഗവാന്റെ നോട്ടവും ചലനവും കർമ്മവും മൗനവും ഓരോ ശ്വാസനിശ്വാസങ്ങളും അർത്ഥഗർഭമാണ്. ഇതെല്ലാം മനസ്സിലാക്കാനും എഴുതുവാനുമുള്ള കഴിവെനിക്കുണ്ടോ? ഭഗവാന്റെ കൃപയിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എഴുതാം. എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം എഴുതാം. രാമനെ സഹായിച്ച അണ്ണാറക്കണ്ണനെ പോലെ ഭഗവാനു വേണ്ടി ഞാൻ എൻ്റെ ജീവൻ്റെ ഓരോ അണുവും അർപ്പിക്കാം.